ചാപ്റ്റർ 1 ചന്ദ്ര മലയാളം ഫിക്ഷൻ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രം. ഈ പടം തുടങ്ങുന്നത് തൊട്ടേ കംപ്ലീറ്റ് സർപ്രൈസസ് ആണ്. ഈ പടത്തിന്റെ ഓരോ ഷോട്ടിലും ഓരോ ഇഞ്ചിലും നമുക്ക് ആ സർപ്രൈസസും ആ സിനിമാറ്റിക് ഷോട്ട്സും ആ വിഷ്വൽസും നമുക്കൊരു എക്സാക്ട് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ഈ മൂവി നമുക്ക് തരിക. ഇതിന്റെ ഓരോ ഓരോ ഇഞ്ചും ഞാൻ ഡിഫൈൻ ചെയ്ത് പറയേണ്ടതാണ്, പക്ഷെ അത് ഓരോ സ്പോയിലേഴ്സ് ആയി മാറും. കാരണം അത്ര സർപ്രൈസസ് ആണ് ഈ മൂവിയിൽ നമുക്ക് അവരൊരുക്കി വെച്ചിരിക്കുന്നത്. ഈ മൂവിയിലെ മെയിൻ ക്യാരക്ടേഴ്സായി അവതരിപ്പിച്ചിരിക്കുന്നത് കല്യാണി പ്രിയദർശനും നസ്ലിനുമാണ്. നമുക്കൊരു ഡിഫറെന്റ് കല്യാണിയെ നമുക്ക് ഈ മൂവിയിൽ നിന്ന് കാണാൻ സാധിക്കും. സാധാരണ ഉള്ള കല്യാണി മൂവീസായ ഹൃദയം അങ്ങനെ മറ്റു മൂവീസിലെല്ലാം കുറച്ച് ക്യൂട്ട്നെസ് ഓവർലോഡ് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടേഴ്സിനെയാണ് കാണുന്നത്, ഈ കല്യാണിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് കല്യാണിയെ സ്ക്രീൻ പ്രസൻസിൽ കാണുമ്പോൾ തന്നെ ഒരു ഓറ ക്രിയേറ്റ് ആവും. ആ ക്യാരക്ടറിനെ അത്രയും അധികമായി ഡിഫൈൻ ചെയ്യാൻ കല്യാണിക്ക് സാധിച്ചിട്ടുണ്ട്. നസ്ലിൻ പിന്നെ യൂഷ്വൽ ക്യാരക്ടർ, അവന്റെ യൂഷ്വൽ ക്യാരക്ടർ റോൾ തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. ഈ രണ്ട് ക്യാരക്ടർ കോംബോ വരുമ്പോൾ പടം മൊത്തത്തിൽ ഫണ്ടിനും ഓറയ്ക്കും ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുകൊണ്ടാണ് ഈ ഡയറക്ഷൻ കംപ്ലീറ്റ് ആയി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ പടത്തിൽ നിരവധി ക്യാമിയോ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഓരോ ക്യാമിയോ ക്യാരക്ടേഴ്സിനും അതത് ഡെഫിനിഷൻ വളരെ ഒന്നോ രണ്ടോ ഷോട്ടിലൂടെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ പടത്തിൽ ഏറ്റവും മിസ് ചെയ്യാൻ പാടില്ലാത്തത് അവസാന രണ്ട് ടൈലൻസ് ആണ്. ആ രണ്ട് ടൈലൻസും ആണ് ഈ യൂണിവേഴ്സിറ്റിക്കുള്ള ബാക്കിയുള്ള മൂവീസിലേക്കുള്ള കംപ്ലീറ്റ് ഡെഫിനിഷൻ. ഈ മൂവീസിലുള്ള തൊട്ടടുത്തായി വരുന്ന ആ മൂവിയുടെ ആ ജസ്റ്റ് ടൈലന്റ് കണ്ടാൽ തന്നെ അറിയാം ആ ഇനി വരാൻ പോകുന്ന മൂവീസിന്റെയും ആ ഡെഫിനിഷൻ. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വാണിംഗ് പോലെ ഞാൻ പറഞ്ഞാൽ, നമുക്ക് കൈദി എന്ന ലോക്കി യൂണിവേഴ്സിലെ ആദ്യ മൂവി ഏറെക്കുറെ മിക്ക ആൾക്കാർക്കും തിയേറ്റർ എക്സ്പീരിയൻസ് നഷ്ടപ്പെട്ട ഒരു മൂവി ആയിരിക്കും. നമ്മൾ ഏറെ മിസ് ചെയ്യുന്നതായിരിക്കും. ഇനിയൊരു തിയേറ്റർ റിലീസ് വന്നു കഴിഞ്ഞാൽ മിക്ക ആളുകളും പോയി കാണുന്ന ഒരു മൂവി കൈദി തന്നെയായിരിക്കും. അതുപോലെ ഈ മൂവി നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഈ യൂണിവേഴ്സിലേക്കുള്ള ആദ്യ എൻട്രി എന്ന പോലെയാണ് ഈ മൂവി. പിന്നെ മറ്റൊരു ക്യാരക്ടർ ട്രേറ്റ്സ് പറയുകയാണെങ്കിൽ, ഈ മൂവിയിൽ സൂപ്പർ ഹീറോ ആയി റെപ്രസെന്റ് ചെയ്യപ്പെടുന്ന കല്യാണിയുടെ ക്യാരക്ടർ നമുക്ക് വളരെ പരിചിതമാണ്, പക്ഷേ വളരെ അൺഎക്സ്പെക്റ്റഡ് ആണ്. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടറാണ് കല്യാണി ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പുരാണ കാലങ്ങളിൽ നിന്നോ അതോ പഴയ പഴങ്കഥകളിൽ നിന്നോ കേട്ട് വളരെ ഫെമിലിയർ ആയ ക്യാരക്ടേഴ്സാണ് ഇതിൽ ഓരോ സൂപ്പർ ഹീറോസായി നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഓരോ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഓരോ ഷോട്ടിലൂടെ ഇനി യൂണിവേഴ്സിലേക്കുള്ള ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ അവർ അവസാനം അവതരിപ്പിക്കുന്നുണ്ട്. എനിക്ക് ഏകദേശം എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡെഡ്പൂൾ വേഴ്സസ് വോൾവറൈൻ എന്ന മൂവി ഉണ്ടാവും. അതിൽ ഓരോ യൂണിവേഴ്സിലും വോൾവറൈനെ തപ്പി ഡെഡ്പൂൾ പോകുന്ന ഒരു സിമ്പിൾ ഒരു 10 to 15 മിനിറ്റ്സിന്റെ ഒരു ഷോട്ട് ഉണ്ടാവും. ആ ഷോട്ടിൽ നമ്മൾ ഓരോ യൂണിവേഴ്സിലും വോൾവറൈനെ എങ്ങനെ ഡിഫൈൻ ചെയ്തു എന്ന് ഒരു ഹോളിവുഡ് ലെവൽ കാണിക്കുന്ന അതേ ഡെഫിനിഷനാണ് നമുക്ക് ഇതിലും കാണുന്നത്. പിന്നെ ഈ മൂവിയുടെ ലൈറ്റിംഗ് ഒരു രക്ഷയുമില്ല. ഇപ്പൊ നിങ്ങൾക്ക് എന്റെ സ്ക്രീനിന്റെ ബാക്കിൽ ഒരു റെഡ് RGB ലൈറ്റ് കാണുന്നുണ്ടാകും. അതുപോലെ ഈ പടത്തിൽ കംപ്ലീറ്റ് ലൈറ്റിംഗ് ഒരു ഹോളിവുഡ് എസൻസിലൂടെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. എനിക്ക് ഇതുപോലെ ഒരു മലയാളം മൂവി ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. കാരണം എനിക്ക് ഈ മൂവിയുടെ ആ തിയേറ്റർ എക്സ്പീരിയൻസ് ഇറ്റ് വാസ് മൈൻഡ് ബ്ലോയിങ്. വേറെ പറഞ്ഞാൽ ഒരു സിംഗിൾ ഷോട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിലെ നസ്ലിന്റെ ഇൻട്രോയും കല്യാണിയും നസ്ലിനും മീറ്റ് ചെയ്യുന്ന ആ സീനും ഒരേ സീനാണ്. പക്ഷെ അതിൽ ആ രണ്ടുപേരെയും ജസ്റ്റ് ഒരു റെഡ് നിയോൺ ലൈറ്റ് വെച്ച് ഡിഫൈൻ ചെയ്തൊരു സീനുണ്ട്. അതായത് ഈ രണ്ടുപേരെ മുഖത്തേക്ക് ഒരു നിയോൺ ലൈറ്റ് ഷെയ്ഡ് വന്ന് ആ ക്യാരക്ടറിന്റെ ഓവറോയും ടഫ്നെസ്സും അവിടെ തന്നെ ക്രിയേറ്റ് ആയിപ്പെടുകയാണ്. ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് ഷോട്ട് തന്നെ നമുക്കറിയാം, നമുക്ക് പടം കാണുമ്പോഴേ ഒരു ഡിഫറെന്റ് വേൾഡിലേക്ക് പോകുന്നതിന് നമുക്ക് അപ്പൊ തന്നെ മനസ്സിലാക്കാം. പിന്നീട് ഈ സിനിമാറ്റിക് ഓരോ ഷോട്ടിന്റെയും ഡെപ്ത് ഓരോന്നും വളരെ പ്രിസൈസ്ലി അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു മസ്റ്റ് വാച്ച് ക്രിയേറ്റർ മൂവിയാണ്. ഇത് നിങ്ങൾ മിസ് ചെയ്യരുത്. ഇത് മിസ് ചെയ്താൽ നമുക്കൊരു കൈദി നമ്മളെ എങ്ങനെ മിസ് ചെയ്തോ അതേ ഫീലാണ് നമുക്ക് ഇതിലും കിട്ടുക. ഈ യൂണിവേഴ്സ് ലോക്കിക്ക് ശേഷം അതോ മലയാളത്തിൽ തന്നെ നമുക്കൊരു സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെറ്റർ സിനിമാറ്റിക് യൂണിവേഴ്സ് നമുക്ക് കാണാം. നോർത്ത് ഇന്ത്യയിലും നിന്ന് സ്പൈ യൂണിവേഴ്സ്, പിന്നെ പോലീസ് യൂണിവേഴ്സ്, ഇങ്ങനെ നിരവധി യൂണിവേഴ്സ് വന്നെങ്കിലും നമുക്ക് ഇപ്പോഴും ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സായി നമുക്ക് തോന്നാറുള്ളത് ലോക്കിയുടെ പോലെയാണ്. ഏകദേശം അതിന്റെ സിമിലറോ അതിന്റെ ടോപ്പ് എൻഡിൽ നിൽക്കുന്ന ഒരു ഡെഫിനിഷനാണ് ഈ ചന്ദ്ര എന്ന മൂവിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഈ പടം കാണുമ്പോൾ തന്നെ ഇനി വരുന്ന സീരീസിലേക്കുള്ള എക്സൈറ്റ്മെന്റ് വളരെ അധികമാണ്. അതുപോലെയാണ് ഈ മൂവിയിലെ ഓരോ ഭാഗവും അവർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ഓരോ ക്യാരക്ടേഴ്സും ഓരോ ഗ്യാപ്പിൽ നമുക്ക് വരുമ്പോൾ നമുക്ക് ഇനി വരുന്ന യൂണിവേഴ്സ് എന്തുകൊണ്ടും ഇതിനേക്കാൾ ടോപ്പ് എൻഡിലായിരിക്കും എന്ന് നമുക്ക് അപ്പോൾ തന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഞാൻ പറഞ്ഞാൽ സ്പോയിലർ ആയിരിക്കും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സൂപ്പർ ഹീറോസ് നമ്മൾ വിചാരിക്കാത്ത ഒരു
ഒരു ലെവലിലാണ് അവർ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ആൻഡ് ഹോളിവുഡ് എക്സ്പീരിയൻസ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.